ഹലോ. ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്നവർ സോഷ്യൽ മീഡിയയിൽ വരുത്തുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് അവർക്ക് കുറച്ച് ഓർഡറുകളൊക്കെ കിട്ടി തുടങ്ങാൻ നേരത്ത് അവർ പുതിയ പുതിയ സെഗ്മെൻറ്റുകൾ വേഗം ആഡ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇപ്പം നിങ്ങൾ സെല് ചെയ്യുന്ന കുർത്തീസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് കിഡ്സ് വെയറിലേക്ക് ചാടും. അതുപോലെ തന്നെ മറ്റ് മോഡസ് വെയറുകൾ, എത്നിക് വെയറുകൾ, ജെൻസിൻ്റെയിലേക്ക് പെട്ടെന്ന് ചാടും. കാരണം കൂടുതൽ സെഗ്മെൻറ്റുകൾ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഓർഡർ കിട്ടുമെന്നാണ് ഇവർ തെറ്റിദ്ധരിച്ച് വെച്ചേക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, മാർക്കറ്റിംഗ് കൃത്യമായിട്ട് പഠിക്കാതെ ഈ പാതി അറിവ് വെച്ചിട്ട് പല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് കംപ്ലീറ്റ് കാര്യങ്ങളും കയ്യിൽ നിന്ന് പോകുന്നത്. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ചെറിയൊരു സെഗ്മെൻറ്റ് പിടിച്ച് നിൽക്കുന്ന ആളാണെങ്കിൽ അവിടെ തന്നെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള കാര്യം. ഇത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റിങ്ങിൽ പരസ്യത്തിലൊരു മെട്രിക്സ് ഉണ്ട്, ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറയും. 1000 പേരെ പരസ്യം കാണിക്കാൻ നേരത്ത് അതിലെത്ര പേര് ക്ലിക്ക് ചെയ്തു എന്ന് നോക്കിയിട്ടാണ് നമുക്കൊരു മെസ്സേജിൻ്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ 1000 പേരെ മെറ്റ കാണിക്കാൻ നേരത്ത്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമ്മുടെ പരസ്യം 1000 പേരെ കാണിക്കാൻ നേരത്ത് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്നുള്ളെങ്കിൽ നമുക്ക് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ പരസ്യത്തിൻ്റെ ചാർജ് കൂടും. ഇതാണ് പലരും ബൂസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ വരുന്ന പ്രശ്നം. ഇതാണ്, ഈ പരസ്യത്തിൻ്റെ ചാർജ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ലാഭം അത് കൊണ്ടുപോകും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ചെറിയൊരു സെഗ്മെൻറ്റ് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് മനസ്സിലാവും നിങ്ങൾ ഇന്ന സെഗ്മെൻറ്റിലുള്ള ആളാണ്, അപ്പോൾ ആ സെഗ്മെൻറ്റിലുള്ള പരസ്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരെ മാത്രം ഇത് കാണിച്ചാൽ മതി, ഇവരുടെ പരസ്യം കാണിച്ചാൽ മതി. നിങ്ങൾ ആഴ്ചയിൽ പുതിയ നീഷിലേക്ക്, പുതിയ മേഖലയിലേക്ക് ചാടാനായിട്ട് നോക്കരുത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ക്ലിക്ക് ത്രൂ റേറ്റ് നിങ്ങളുടെ നല്ല രീതിയിൽ കുറയും. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1000 പേരെ കാണിക്കാൻ നേരത്ത് കുറച്ച് പേരെ അതിൽ ക്ലിക്ക് ചെയ്യുള്ളൂ, 100 പേരെ കാണിക്കാൻ നേരത്ത് കുറച്ച് പേരെ ക്ലിക്ക് ചെയ്യുള്ളൂ. അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കോസ്റ്റ് കൂടും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു ചെറിയ സെഗ്മെൻറ്റ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മാത്രം നിൽക്കുക. സാരി മാത്രം സെല്ല് ചെയ്താൽ മതി, അതിന് തന്നെ ഇഷ്ടം പോലെ കസ്റ്റമറെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സാരിക്ക് നല്ല സെയിൽ വരുന്ന കണ്ടിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ കിഡ്സ് വെയറും കൂടി അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യാൻ നോക്കരുത്. നിങ്ങൾക്ക് ഷോപ്പ് ഉണ്ടായിരിക്കാം, ഷോപ്പിൽ നിങ്ങൾ ചെയ്തോ. ഓൺലൈനിൽ ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ് പറഞ്ഞത്. കാരണം ഓൺലൈനിൽ ഇതേപോലെയുള്ള കുറച്ച് ടെക്നിക്കൽ വശങ്ങളൊക്കെ നമുക്ക് തുടക്കം തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് റിപ്പീറ്റ് ഓർഡറുകൾ എപ്പോഴും കിട്ടുന്നത് ഏതെങ്കിലും ഒരു ചെറിയ സെഗ്മെൻറ്റ് മാത്രം ഫോക്കസ് ചെയ്യുമ്പോഴാണ്. നിങ്ങളുടെ പേജിൽ വന്ന് നോക്കാൻ നേരത്ത് കംപ്ലീറ്റ് സാരിയാണ്, നിങ്ങൾ സാരി മാത്രം ഡീൽ ചെയ്യുന്ന ഒരാളാണെന്ന് നിങ്ങളുടെ കസ്റ്റമറിനും മനസ്സിലാവും, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനും മനസ്സിലാവും. നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്ന ആളുകൾ അധികം വാങ്ങണമെന്ന ഉദ്ദേശത്തോടു കൂടി വരുന്നവരായിരിക്കും, വെറുതെ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യില്ല. ഇതാണ് ടാർഗറ്റ് മാർക്കറ്റ് നമ്മൾ ഫിക്സ് ചെയ്താലുള്ള ഗുണം. ധാരാളം മാർക്കറ്റിംഗ് സ്കോളേഴ്സ് ഐക്യ കണ്ടേന പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചെറിയ ബിസിനസ്സുകളാണെങ്കിൽ ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റിനെ മാത്രം പിടിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. പതിയെ വളർന്നതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ നിലവിലുള്ളതിനോട് സാമ്യതയുള്ളതുമായി ബന്ധപ്പെട്ട മറ്റ് സെഗ്മെൻറ്റുകളിലേക്ക് പതുക്കെ കടക്കണം. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ കറക്റ്റ് ആളുകളിലേക്ക് ആ പരസ്യം ചെല്ലും, ആ കോണ്ടാക്ട് ചെയ്ത ആളുകൾ നിങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങിക്കുകയും ചെയ്യും. ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സൂക്ഷിച്ച് മനസ്സിലാക്കേണ്ട ഒരു മെട്രിക്സാണ് മാർക്കറ്റിങ്ങിൽ. അപ്പോൾ 1000 പേരെ 100 പേരെ കാണിക്കാൻ നേരത്ത് അതിൽ ധാരാളം ആളുകൾ ക്ലിക്ക് ചെയ്യും. കാരണം പ്ലാറ്റ്ഫോമിന് ഓൾറെഡി മനസ്സിലാകും നിങ്ങൾ ഇന്ന സംഗതി മാത്രം ഡീൽ ചെയ്യുന്ന ഒരാളാണെന്നുള്ളത്. അപ്പോൾ ഏതൊക്കെ പുതിയ കസ്റ്റമേഴ്സ് സാരി ആരൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ടോ, സാരിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഏതൊക്കെ കസ്റ്റമേഴ്സിന് വരുന്നുണ്ടോ അവരിലേക്ക് കറക്റ്റ് നമ്മളുടെ പരസ്യം എത്തും, പെട്ടെന്ന് കണക്റ്റഡ് ആവും. മാത്രമല്ല, ക്ലോത്തിങ് ബിസിനസ്സിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം, ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട്. നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനേക്കാൾ കൂടുതൽ സെയിൽ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഏതെങ്കിലും ഒരു ടാർഗറ്റ് മാർക്കറ്റ് മാത്രം ഫിക്സ് ചെയ്താലുള്ള ഗുണം ഇതാണ്. ഇത് ഈ ബിസിനസ്സിൽ മാത്രമല്ല, മറ്റ് പല ബിസിനസ്സുകളും. നിങ്ങൾ റെസ്റ്റോറൻറ്റൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഏതെങ്കിലും 1-2 ഡിഷിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റുകൾ നല്ല ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ മൾട്ടി കുസിൻ റൺ ചെയ്യുന്ന റെസ്റ്റോറൻറ്റുകൾ നിങ്ങൾ നോക്കും, മൊത്തത്തിൽ അവർക്ക് തലവേദനയാണ്, പർച്ചേസ് മുതൽ അവർക്ക് തലവേദനയാണ്. അപ്പോൾ ചെറിയ സെഗ്മെൻറ്റ് മാത്രം പിടിക്കാനായിട്ട് നോക്കുക. പലരും പറയണം തീർന്നു പോകും, കസ്റ്റമേഴ്സിനെ കിട്ടില്ല എന്നുള്ളതാണ്. ഇത് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മാർക്കറ്റാണ്. അവിടെ നിങ്ങൾക്ക് കസ്റ്റമറെ കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകമണ്ടത്തരാണ്. നിങ്ങൾ എത്ര ചെറിയ സെഗ്മെൻറ്റ് പിടിച്ചാലും അതിനൊക്കെ ആവശ്യമുള്ള കസ്റ്റമേഴ്സ് മാർക്കറ്റിൽ ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ ഒരു സെഗ്മെൻറ്റ് പിടിക്കുക എന്നുള്ളതാണ് തന്ത്രം.